ഇന്ന് പറയാൻ പോകുന്നത് ഒരു നാണയം ഈ പറയുന്ന ഒരു വരി ജപിച്ച് നിങ്ങൾ വയ്ക്കുക. അത് നിങ്ങളുടെ പേഴ്സിലോ അല്ലെ ക്യാഷ് വയ്ക്കുന്നിടത്തോ എവിടെ വേണേലും വയ്ക്കാം. വെച്ച് കഴിഞ്ഞാൽ അത്ഭുതകരമായി നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന ഒരു കാര്യമാണ്. ഒന്ന് ചെയ്തു നോക്കുക. ഏതായാലും ഇപ്പം ഒന്ന് ചെയ്തു നോക്കുന്നതിൽ തെറ്റില്ലുള്ളൂ. അത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് സാമ്പത്തികം വരുമോ ഇല്ലയോ. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെല്ലാം അതിൻ്റെ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്തു നോക്കുക. നല്ല കാര്യമാണ്. ഒരു നാണയം അതിപ്പോൾ 1 രൂപ ആയിക്കോട്ടെ 2 രൂപ ആയിക്കോട്ടെ, 1 രൂപയാണ് കൂടുതൽ നല്ലത്. 1 രൂപ നാണയമാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ഒരു നാണയം ആയിരിക്കണമെന്നേ ഉള്ളൂ. 1 രൂപ നാണയമാണ് കൂടുതൽ നല്ലത്. നിങ്ങൾ ഈ പറയുന്ന ഒരു വരി ജപിച്ച് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പണപ്പെട്ടിയിലോ പേഴ്സിലോ എവിടെ വേണമെങ്കിലും വെച്ചു. നിങ്ങളത് ശരിയായിട്ട് ചെയ്താൽ പണം വർദ്ധിച്ചു വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. അത്ഭുതകരമായ രീതിയിൽ ധനം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് ചെയ്യേണ്ട ഒരു രീതി പറയുന്നുണ്ട്. നിങ്ങളത് വിശദമായിട്ട് കണ്ടിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നല്ല നല്ല ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാം. ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. കാരണം നമുക്ക് മാത്രമായിട്ട് ഈ ലോകത്തിൽ എല്ലാം വേണമെന്നൊരു ചിന്താഗതിയോട് ഒരിക്കലും ജീവിക്കരുത്. അത് അങ്ങനെയുള്ളവർക്ക് ആ പ്രപഞ്ചത്തിൽ നിന്ന് ആ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ നല്ലതായിട്ട് കിട്ടണമെങ്കിൽ എല്ലാം എനിക്ക് മാത്രം, ഞാൻ മാത്രമേ അറിയാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ചെയ്യാവുള്ളൂ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമുക്കത് ഫലപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക. മറ്റൊരാളും രക്ഷപ്പെടട്ടെ, നമുക്ക് സന്തോഷം. ആ ഒരു സന്തോഷമാണ് ഈശ്വരൻ. ഇപ്പം ഞാൻ എന്തെല്ലാം ശിവവിദ്യകളാണ് പറഞ്ഞു തരുന്നത്, ആരും പറഞ്ഞു തരത്തില്ല. അപ്പം ഞാനിത് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഭഗവാനെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ആ ശിവാനുഭവം, ഞാൻ ഭഗവാനിൽ ലയിച്ചിരിക്കുന്നുണ്ട്. എനിക്കത് ഭഗവാൻ തരുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോടെ പറഞ്ഞു തരുന്നതുകൊണ്ടാണ്. എൻ്റെ മനസ്സിൽ ഒന്നുമില്ല, ശിവഭഗവാൻ മാത്രമേ ഉള്ളൂ. ഓരോ ശ്വാസവും ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് വെറുതെ ആകത്തില്ല പറഞ്ഞു തരുന്ന കാര്യം. പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നോ എനിക്ക് ശിവാനുഭവം അതിനനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാനത് ലയിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇത് പ്രയോജനം ഉണ്ടാകട്ടെ. ഏതൊരു സാധാരണക്കാരനും ഏതൊരു വലിയ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കോ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കോ സാധാരണക്കാരനോ ആർക്കും, കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ സാമ്പത്തിക ആവശ്യമാണ്. നമ്മൾ എത്ര തത്വം പറഞ്ഞാലും സാമ്പത്തികത്തിന് സാമ്പത്തികം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിദ്യ പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും പ്രയോജനകരമാകട്ടെ എന്നാൽ പരമേശ്വരനെ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഇത് ആർക്കും ചെയ്യാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. ആർക്കും ഞാൻ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് അത്ര ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ പറഞ്ഞു തരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. ഇപ്പം DNA അസ്ട്രോളജിയിലും കുറച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ സത്യമാണ്. അത് സിദ്ധ കണക്ഷൻ ഉള്ളവർക്കേ അത് കിട്ടത്തുള്ളൂ. നമ്മൾ ആ സിദ്ധവിദ്യയിൽ അതിലാണ് ഞാൻ കൂടുതലും ഞാൻ ക്രിയായോഗ സ്വീകരിച്ചതാണ്. ക്രിയായോഗിയാണ്, ശിവയോഗിയാണ്. നമ്മുടെ മാർഗ്ഗം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ DNA അസ്ട്രോളജിയിലും കുറച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട്. വളരെ അത്ഭുതകരമാണ് അതിനകത്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. കർമാസ് ന്യൂട്രലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വേണം നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യന്തരം, വിളിക്കേണ്ട ദേവത, ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ, ചെയ്യേണ്ട സമയം, ചെയ്യേണ്ട രീതി എല്ലാം ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന ലളിതമായ കാര്യങ്ങളെ പറയാറുള്ളൂ. അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. എല്ലാം ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ആവശ്യമുണ്ട് ചെയ്യാമല്ലോ, ചെയ്യാതിരിക്കും. പിന്നെ ശരനൂൽ രഹസ്യം, ശാസ്ത്രവിദ്യ, അത് ഞാൻ പറഞ്ഞു തരുന്നത് വേറെ ആരും പറഞ്ഞു തരത്തില്ല. അതുപോലുള്ള ശരനൂൽ വിദ്യയാണ്. അത് നമുക്ക് പരമേശ്വരൻ ഈശ്വരൻ തന്നിട്ടുള്ള ആ ഗുരുക്കന്മാർ അനുഗ്രഹം കൊണ്ട് കെട്ടിയിരിക്കുന്ന വിദ്യകളാണ്. അപ്പോൾ അത് ആവശ്യം ഉള്ളവർക്ക് പ്രയോജനപ്പെടുത്താം. അതിനെല്ലാത്തിനുമുള്ള ശരനൂൽ വിദ്യകളുണ്ട്. അത് ശത്രുവശ്യമായിക്കോട്ടെ, ധനവശ്യമായിക്കോട്ടെ, എല്ലാം ദേവവശ്യമായിക്കോട്ടെ, എല്ലാം നല്ല ഉദ്ദേശങ്ങൾ ആ മനഃശുദ്ധിയോടുകൂടി ഒക്കെ ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്കിൽ കൂടെ വിടേണ്ടതും, ഈ ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് വലത് മൂക്കിൽ കൂടെ വിടേണ്ടതും, അപ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ, ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും കൈരേഖ ഗ്രഹത്തെ അനുസരിച്ച്, സംഖ്യാജ്യോതിഷം അനുസരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്.
അപ്പോൾ അതുപോലെ ഞാനൊരു വർക്ക് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യത്തിനകത്ത് പോകത്തില്ല. അപ്പോൾ ആര് ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല. എൻ്റെ അടുത്തിരുന്ന് ആരും സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ആ ഏകനായിട്ടിരുന്നായിരിക്കും ആ വർക്ക് ചെയ്യുന്നത്. അത് തീരുന്നിടം വരെ എൻ്റെ മനസ്സ് മുഴുവൻ ആ വർക്കിലായിരിക്കും. കൈരേഖകളിലും ഗ്രഹനിലയിലും സംഖ്യാജ്യോതിഷത്തിലും പിന്നെ ഇപ്പം DNA ആസ്ട്രോളജി വെച്ച കർമാസിൻ്റെ ചില സംഭവങ്ങളിലൂടെ പോകും. അങ്ങനെ അതിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല എന്ന് പറയുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. പിന്നെ അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിൽ കിട്ടുന്ന വർക്ക് തന്നെ അത് സമയത്തിന് തീരുന്നില്ല. അതുപോലെ വർക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ്. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിൽ പറഞ്ഞതാണ്, അങ്ങനെ മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരാം. ഇനി വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ ഒരു നാണയം അത് എത്ര ആയിക്കോട്ടെ, 1 രൂപ 2 രൂപ 5 രൂപയൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1 രൂപയാണെങ്കിൽ നല്ലത്. ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒന്നുകിൽ കുളി കഴിഞ്ഞ് രാവിലെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും നനയ്ക്കുക. പേരിന് നനച്ചാൽ മതി. ഇനിയും കാല് നനയ്ക്കാൻ പറ്റില്ല, കൈയെങ്കിലും നനയ്ക്കണം. ഇപ്പം നിങ്ങളിത് ചെയ്യുമ്പോൾ ഓഫീസിൽ വെച്ചാൽ, അല്ല നിങ്ങൾക്കൊരു കടയുണ്ടോ അവിടെ വെച്ചാണെങ്കിൽ കൈ നനച്ചാലും മതി. വീട്ടിൽ വെച്ചാണെങ്കിൽ കൈയും കാലും മുഖവും നനയ്ക്കുക കുളി കഴിഞ്ഞാലും. എന്നിട്ട് നിങ്ങളുടെ വലത് കൈയിൽ നിങ്ങൾ അല്പം ഒരു പൊടി മതി കുങ്കുമം നിങ്ങൾ ഇടുക. ഒരു പേരിന് ഒരു നുള്ളു മതി കുങ്കുമം ഇട്ടിട്ട് ആ കുങ്കുമത്തിൻ്റെ മണ്ടയ്ക്ക് ഉള്ളം കൈയിൽ അല്പം കുങ്കുമം വെച്ച് ആ കുങ്കുമത്തിൻ്റെ മുകളിൽ ഒരു നാണയം വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് പൊത്തിപ്പിടിക്കണം. മനസ്സിലായല്ലോ? എങ്ങനെ പൊത്തിപ്പിടിക്കണം? എൻ്റെ ഏകദേശം ഒരു ഇതുണ്ട്, രാമയുടെ രീതി കണ്ടോ, ഒരു ആമയുടെ രീതി. അതിൻ്റെ അത് കാര്യമുണ്ട് കേട്ടോ. ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക. ഈ മന്ത്രത്തിനകത്ത് ഒരുപാട് കാര്യമുണ്ട് കേട്ടോ. ഞാനീ പറയാൻ പോകുന്ന ഈ മന്ത്രം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാം. ഒരുപാട് കാര്യങ്ങൾ. അതായത് ധനം വശ്യമുണ്ടാകാം, അതുപോലെ ഏതു തരത്തിലുള്ള കാര്യങ്ങളും അനുകൂലമാകും, അത്ഭുതകരമായ കാര്യതടസ്സം മാറും, സാമ്പത്തികം വരും, തൊഴിലഭിവൃദ്ധി ഉണ്ടാകും, ശാപദോഷങ്ങൾ മാറും എന്ന് വേണ്ട ഒരുപാട് ഒരു ശക്തിയുള്ളൊരു മന്ത്രമാണ്. ആ മന്ത്രത്തിൻ്റെ പാർവതി ദേവിയെക്കുറിച്ചുള്ളൊരു മന്ത്രമാണ്. പാർവതി ദേവി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് യാതൊന്നുമില്ല, ശിവനിലെ ശക്തിയാണ്. അമ്മയ്ക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പല വീഡിയോകളിലും ചിലപ്പോഴും സമയമില്ല, വല്ലപ്പോഴൊക്കെ ചിലപ്പം കാണുമ്പം ഇതേ കുണ്ടലിനി വിദ്യ എന്നൊക്കെ കേൾക്കാറുണ്ട്. ശരിക്കും കുണ്ടലിനി വിദ്യ പാർവതി ദേവിയാണ്. നിങ്ങളുടെ സുഷുമ്നയിൽ പ്രാണനെ നിർത്തുമ്പോൾ നിങ്ങൾ പാർവതി ദേവിയെ അറിയും. പാർവതി ദേവി അറിഞ്ഞിട്ട് ശിവനെ അറിയാൻ പറ്റത്തുള്ളൂ. അതാണ് ശരിക്കുമുള്ള കുണ്ടലിനി വിദ്യ. അത് അറിഞ്ഞവരാരും പറയാൻ പറ്റത്തില്ല, അതിൽ ലയിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. ആ അനുഭവം പറയാൻ പറ്റത്തില്ല. അതാ അഗസ്ത്യൻ പറയുന്നത്, കണ്ടവനെ മിണ്ടില്ല, മിണ്ടിയവനൊട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ അതാണ് ശരിക്കുമുള്ള കുണ്ടലിനി. പറഞ്ഞാൽ മനസ്സിലാകുന്നു. നമ്മളുടെ സുഷുമ്നയിൽ ആ പ്രാണനെ നിർത്തും. അത് പാർവതി ദേവിയാണ് ആ ശക്തി. അതിനെ അറിഞ്ഞാലേ ശിവനിലേക്ക് വന്ന് സഹസ്രാരത്തിലേക്ക് ലയിക്കത്തുള്ളൂ. അപ്പോൾ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പറയുന്ന ഒന്നും അതായിരിക്കണമെന്നില്ല. കാരണം ഇത് അനുഭവമാണ്. ആ അനുഭവത്തെ ഒരിക്കലും വിവരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പാർവതി ദേവിയെക്കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞാണ്. നിങ്ങൾ അതും ഇതും കേട്ട് ഓരോന്നിൻ്റെ പുറകെ പോയി ജീവിതം വേസ്റ്റ് ആക്കരുത്. അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. വേസ്റ്റ് ആക്കിയാലും അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ജീവിതം പ്രയോജനപ്പെടുത്തിയാലും അതിനും കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. അതിന് വേറെ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ബുദ്ധിയും യുക്തിയും ഈശ്വരൻ തന്നിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. പണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ഒരു കഥയുണ്ട്. ഞാൻ ഇത് പറഞ്ഞിട്ട് പറയാം. അതായത് മന്ത്രം ജപിക്കാം. മന്ത്രം ഇതാണ്. താഴെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതി കൊടുക്കാം. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷ്യ സ്വാഹ. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ നിർത്തുന്നൊക്കെയാണ് ജപിച്ചത്. നിങ്ങളും അങ്ങനെ തന്നെ ജപിക്കുക. വാക്കുകൾ വ്യക്തമായിട്ട് പവർഫുള്ളായിട്ട് നല്ല രീതിയിൽ ഉച്ചരിച്ച് ജപിക്കണം. ഫലമുണ്ടാകും, സംശയം വേണ്ട. ഇതൊരു 3 തവണയോ അല്ലെങ്കിൽ അര മിനിറ്റോ 1 മിനിറ്റോ ചെയ്യുക. 3 തവണ ചെയ്താൽ പോലും ഫലമുണ്ടാകും. എന്നിട്ട് നിങ്ങൾ ഈ നാണയം നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ഫ്ലോയിലോ ഒക്കെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നാണയം വയ്ക്കാം. ഇത് ദിവസവും ചെയ്തുകൊള്ളണം. ആ ഒരു നാണയം തന്നെ ഉപയോഗിക്കാം. ഇനി അതല്ല, ആ നാണയം നിങ്ങൾ അറിയാതെ വല്ലവർക്കും എടുത്തു കൊടുത്തെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട. വേറെ നാണയമാണെങ്കിലും പിറ്റേ ദിവസം ഉപയോഗിക്കുക. അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളിത് അമ്മയിൽ വിശ്വസിച്ച് ഈ മന്ത്രം ഞാൻ പറഞ്ഞ രീതിയിൽ നിർത്തി വ്യക്തമായിട്ട് ഉച്ചരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്താണ് അതിൻ്റെ ശക്തി ഇരിക്കുന്നത്. കാരണം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ അനുഭവമാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ
അത് നിങ്ങൾക്ക് തോന്നുന്നു ഇങ്ങനെ അനുഭവം ഉണ്ടാകാമോ? അതെനിക്ക് വിഷയമല്ല. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. എൻ്റെ മൊബൈലിന് ഈ സ്ക്രീനിൻ്റെ കുറുകെ വലിയൊരു ലൈന് ഒരിക്കലും ഇങ്ങനെ വീണപ്പോൾ അന്ന് ആ വീഡിയോ എടുക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ട് വരുന്നു. ഒരു തരത്തിലും പറ്റുന്നില്ല. ഞാൻ ഈ മന്ത്രം ജപിച്ച് ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തൽക്ഷണം സെക്കൻഡിനുള്ളിൽ ആ ലൈൻ മാറി. ഇന്നും എൻ്റെ മൊബൈലിന് ആ കുഴപ്പമില്ല. അത് എൻ്റെ ഒരു അനുഭവം. അതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അനുഭവം മാത്രമാണ്. അത് മറ്റുള്ളവർക്ക് വിശ്വസിക്കാതിരിക്കുകയോ അതൊക്കെ അവരവരുടെ കാര്യം. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഈ മന്ത്രം കൊണ്ടുണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായി പല കാര്യങ്ങളും നടത്തിത്തരാൻ പറ്റും. അതുപോലെ ഈയിടെ വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്ത ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ, ഞാൻ വീഡിയോ പറഞ്ഞതാണ്, ദുബായ് ജോലി ചെയ്യുന്നത്. എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും മെസ്സേജ് കിടപ്പുണ്ട്. ശമ്പളം 2 ഇരട്ടിയായി, ഡബിളായി സാലറി. ഈ ഒരു വിദ്യ ഞാൻ പറഞ്ഞു, ഈ മന്ത്രം പറഞ്ഞു കൊടുത്ത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ പറഞ്ഞതാണ്, ഏത് മന്ത്രമാണെന്ന് പറഞ്ഞല്ല, അദ്ദേഹം ചെയ്യുന്ന ചില വിദ്യകൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ അനുഭവമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ. കാരണം നമുക്ക് വേറൊന്നുമില്ല, നമ്മുടെ ഓരോ ശാസ്ത്രത്തിലും ശിവനാമം ജപിക്കുന്നു, ഭഗവാനേ ഉള്ളൂ. അപ്പം ഞാൻ ആ സനാതനം എന്ന് വെച്ചാൽ ദൈവികമായ സത്യസന്ധമായ ആ കാര്യങ്ങളാണ് ഭഗവാനിൽ സമർപ്പിച്ച് പറഞ്ഞു തരുന്നത്. വീഡിയോ കാണുമോ കാണാതിരിക്കുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഭാഗം. ഞാൻ ചെയ്യുന്നതിനോട് 100% സത്യസന്ധത, ആത്മാർത്ഥത, പിന്നെ ഭഗവാനിൽ സമർപ്പിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഈ ശ്വാസം നിലയ്ക്കുമ്പം അത് ശിവനിൽ ലയിച്ചോളൂ. കാരണം ഞാൻ ചെയ്യുന്നത് അതുപോലെയാണ്. അല്ലാതെ നിങ്ങളെ ചുമ്മായിട്ട് വട്ടം കറക്കാനോ ഒന്നും യുക്തിയില്ലാത്ത കാര്യമോ ഒന്നും ഞാൻ ഇന്നേവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വിശ്വാസം, ബോധം ചില മന്ത്രങ്ങളുമായിട്ട് ചേർന്ന് ജപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത്ഭുതകരമായ ആ ഒരു നിങ്ങളുടെ ബോധം പ്രപഞ്ചബോധവുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. അതാണ് ഇതിൻ്റെ എല്ലാ രഹസ്യം. അപ്പോൾ ഇത് നിങ്ങൾ നിത്യേന രാവിലെ ചെയ്യുക, രാവിലെ മാത്രം ചെയ്യുക. നിങ്ങളൊരു കടയുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. നിങ്ങൾ ഒരു സാധാരണക്കാരനാണെങ്കിലോ ഒരു ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, എന്ത് ജോലി ചെയ്യുന്ന ആൾ, അതിൽ ബിസിനസ്സുകാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഏത് ജോലി ചെയ്യുന്നവർക്കും ഇത് ചെയ്യാം. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. സാമ്പത്തികം വരും എന്ന് മാത്രമല്ല, വശ്യത ഉണ്ടാകും, അപാരമായൊരു വശ്യത ഉണ്ടാകും. ഇത് നിങ്ങൾ വിശ്വാസത്തോടുകൂടി ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളിത് ചെയ്തു കഴിഞ്ഞ് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഞാൻ ചെയ്ത ശരിയായോ, കൈ പിടിച്ച ശരിയായോ, കയ്യിൽ ഈ കുങ്കുമം വെച്ച ശരിയായോ, ഞാൻ നോക്കി ശരിയായോ, ഇരുന്ന ശരിയായോ, നടന്ന ശരിയായോ, ചിന്തിച്ച് ശരിയായോ, അല്ല ഇതെങ്ങനെ ഫലം കിട്ടാനോ, ഇതൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ പാർവതീദേവി വിശ്വസിച്ച് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, മറന്നേക്കണം. അങ്ങനെ ചെയ്തവർക്കാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ടേ ഫലമുള്ളൂ. അല്ലാതെ ചെയ്തെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, വെറുതെ സമയം കളയുന്നുള്ളൂ. അങ്ങനെ ശരിയായിട്ട് ചെയ്യാൻ പറ്റാത്തവർ ചെയ്യേണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. അപ്പം ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി നിങ്ങൾ ചെയ്യണം. അല്ലാതെ നമുക്ക് വേണ്ടി വേറെ ആരും ഒന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു കഥയുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ശിഷ്യന്മാർക്കെല്ലാം ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാത്തിലും ഈശ്വരനുണ്ട്, എല്ലാത്തിലും. അതുകൊണ്ട് എന്ന് ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ ഒരു ദിവസം ഒരു ശിഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ ഒരു ആന കുത്താൻ വന്നു. അപ്പോൾ ആന ഈ വിരണ്ടോടി. അപ്പോൾ ശിഷ്യൻ്റെ നേരെ വന്നു. അപ്പോൾ ഈ ശിഷ്യൻ ഉടനെ ഇങ്ങനെ കൈകൊപ്പി തൊഴുതെന്ന് പറഞ്ഞു, എല്ലാത്തിലും ഈശ്വരനുണ്ടല്ലോ എന്ന്. ഇപ്പോൾ ആനക്കാരൻ മേളി എങ്ങോട്ട് പറഞ്ഞു, എവിടെ മാറി നിൽക്കണോ, ആന തന്നെയല്ലേ കുത്തുമെന്ന് പറഞ്ഞു. പുള്ളി അത് കേൾക്കാതെ ഇങ്ങനെ കൈ കൊപ്പി ചെയ്യുന്നു. അപ്പം ആന കുമ്പിക്കയുടെ ഒരു ഏറ് കൊടുക്കും. ഈ പുള്ളി ഒരു ശരീരത്തിന് കേടുപാടുകളൊക്കെ പറ്റി ആശുപത്രി കിടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗുരു വരുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ ചോദിച്ചു, നിനക്കെന്താ കുഞ്ഞെ പറ്റിയത്? ഗുരുനാഥ അങ്ങല്ലേ പറഞ്ഞത്, എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നെ ഉപദ്രവിക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നീ മനസ്സിലാക്കിയെടുത്തതിൻ്റെ കുഴപ്പമാണ്. ആന അതിൽ ഈശ്വരനുണ്ട്, പക്ഷേ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു പുള്ളി ഇരിപ്പുണ്ടായിരുന്നല്ലോ, പാപ്പാൻ, അയാളിൽ ഈശ്വരനുണ്ട്. അയാൾ പറഞ്ഞു, എടോ മാറി നിൽക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു, നീ എന്നെ അത് കേൾക്കാതെ പോലെ. അപ്പോഴാണ് പുള്ളി ഓർക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. ഇത് നമ്മൾ അന്ധമായിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും. അതാര് പറഞ്ഞാലും, അല്ലാതെ ആരുടെ പുറകെ ഗുരുനാഥ അല്ലേ
ഗുരുവേ ഗുരുവേ എന്ന് പറഞ്ഞ് നമ്മുടെ സാധാരണ ആളുകളുടെ കാര്യം ഉദ്ദേശിക്കുന്നത്. ഹിമാലയത്തിലുള്ള ഗുരുക്കന്മാരോ അല്ലെ സദ്ഗുരുക്കന്മാരോ അല്ലെ പുണ്യാത്മാക്കളോ അവധൂതന്മാരുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ കാണുന്ന സാധാരണ വിദ്യകൾ പറഞ്ഞു തരുന്ന ആള് അവരുടെയൊക്കെ പറയും നമ്മൾ ഗുരുവേ 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 എന്ന് പറഞ്ഞ് നടക്കുന്നതൊന്നും കാര്യമില്ല. നിങ്ങൾ നല്ല കാര്യങ്ങൾ പറയുന്നത് സ്വീകരിക്കുക, നല്ല ആളുകളെ നിങ്ങൾ ഗുരുവായി കാണുക, പറയുന്നത് ശരിയായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകുന്നത്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ കാഴ്ചപ്പാട്, ചിന്താഗതി തന്നെയാണ്. എല്ലാ മാസവും കറുത്തവാവ് കഴിഞ്ഞും വെളുത്തവാവ് കഴിഞ്ഞും ഏകാദശി വരും. അപ്പോൾ എല്ലാ മാസവും ഇപ്പം നിങ്ങൾ ഈ ഏകാദശി ദിവസം കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഞാനീ പറയുന്നൊരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. കാരണം ഇത് എനിക്ക് ഭഗവാൻ തന്ന ഒരു ജ്ഞാനമാണ്. ഭഗവാൻ എന്നെ കാണിച്ചു തന്ന മനക്കണ്ണിൽ ഭഗവാൻ കാണിച്ചു തന്ന ഒരു കാര്യമാണ്. ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരുവാണ്. ഭഗവാൻ മഹാവിഷ്ണുവിനെ അനന്തശായിയായിട്ട് നിങ്ങൾ മനസ്സിൽ കാണണം. അനന്തൻ്റെ പുറത്ത് ശയിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനെ മനസ്സിൽ കാണണം. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഭഗവാനെ ധ്യാനിക്കുന്ന ഭക്തന് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വസമ്പത്തും നൽകും. അപ്പോൾ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിയും വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിയും ഭഗവാനെ തൊഴുമ്പോൾ നിങ്ങൾ ആ ക്ഷേത്രത്തിലെ ആ ദേവനെ കണ്ട ആ വിഗ്രഹം കണ്ട് തൊഴുന്നതോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ അനന്തൻ്റെ പുറത്ത് ശയിക്കുന്ന അനന്തശായിയായ ഭഗവാൻ മഹാവിഷ്ണുവിനെയും ഭഗവാന്റെ പാദത്തിൽ ഇരിക്കുന്ന മഹാലക്ഷ്മിയെയും കൂടെ സങ്കല്പിച്ചുകൊള്ളണം. പക്ഷേ എനിക്ക് ദർശനം കിട്ടിയത് അനന്തൻ്റെ പുറത്തിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ആ രൂപം മാത്രമാണ് എനിക്ക് ദർശനം കിട്ടിയത്. പിന്നെ നിങ്ങൾക്ക് കൂട്ടത്തിൽ മഹാലക്ഷ്മിയും കൂടെ പാദത്തിൽ ഇരിക്കുന്നത് സങ്കല്പിച്ചു, നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഭഗവാനെ നിങ്ങൾ ധ്യാനിച്ച് നിങ്ങൾ ഓം നമോ നാരായണായ ജപിക്കണം. ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്, ഓം നമോ നാരായണായ. അതോടൊപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ. അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ്. അതായത് ഈ മന്ത്രം അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ്. ഈ മന്ത്രം ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും. മനസ്സിൽ ഭഗവാനെ അനന്തശായിയായിട്ട് തന്നെ സങ്കല്പിക്കണം. കണ്ണ് തുറന്ന് കണ്ണടച്ചോ ജപിക്കാം. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ഭഗവാന്റെ അംഗങ്ങളാണ് ഈ മന്ത്രാക്ഷരങ്ങളെന്ന് സങ്കല്പിച്ച് ജപിക്കണം. അവിടെയാണ് ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനെ കണ്ടെത്താനുള്ള വിദ്യയാണ്. അല്ലാതെ നിങ്ങൾ ഇപ്പം ഒരാൾക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായി, ഒരു പുണ്യാത്മാവിന്, ആ പുണ്യാത്മാവിൻ്റെ കഥകൾ അതൊക്കെ പറയുന്നതും അവരെ വന്ദിക്കുന്നതും ഒക്കെ വേണം. പക്ഷെ അത് തന്നെ പറഞ്ഞുകൊണ്ട് കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയാൻ അതിന് വേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഒരു പുണ്യാത്മാവ് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായത് എന്താണോ ചെയ്തത് ആ വിദ്യ നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയുന്നത്. അല്ലാതെ നിങ്ങൾ എത്ര ആ പുണ്യാത്മാവിനെ സ്തുതിക്കുന്നതൊക്കെ നല്ലത് തന്നെ. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഈശ്വരബോധം ഉണരണം. അതിന് ചില വിദ്യകൾ ചെയ്യണം. അപ്പോഴേ അതുണ്ടാകത്തുള്ളൂ, അപ്പോഴേ അത് സംഭവിക്കത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അത് അവനവൻ്റെ ഉള്ളിലെ ഈശ്വരനെ അറിയാനുള്ള വിദ്യയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ആരും ഇനിയും പറഞ്ഞു തരത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ കാലം കഴിയുമ്പം ഞാൻ ആ ശിവനിലേക്ക്, കാരണം എൻ്റെ ഓരോ ശ്വാസവും ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുക, വേറൊന്നുമില്ല. അത്രയേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഈ പറഞ്ഞു തരുന്ന വിദ്യകൾ നിങ്ങൾക്ക് വേണേ പ്രയോജനപ്പെടുത്തിക്കണം. ഇപ്പം എന്നും ഒന്നും ഞാനിതുപോലെ വീഡിയോ ചെയ്യുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഭഗവാനിൽ പൂർണ്ണമായി ലയിക്കുന്ന ഒരു സമയമുണ്ട്. അതുവരെ ഇതൊക്കെ പറഞ്ഞു തരത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ചില വേറൊരു രീതിയായിരിക്കും. പിന്നെ നമുക്ക് ഇതിനോടൊന്നും താല്പര്യം കാണണമെന്നുമില്ല. ലയം കൂടുതൽ കിട്ടിക്കഴിയുമ്പം ഉള്ളിൽ തന്നെ അങ്ങ് ധ്യാനിച്ചിരിക്കും. ഇപ്പോഴും ലയം കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് ഇതുപോലെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുകയോ ബുക്കിൽ എഴുതി വെക്കുകയോ ചെയ്തോളൂ. അല്ലാതെ ഞാൻ വീഡിയോ കണ്ടില്ല, എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു ജീവിതം മറ്റു പല കാര്യങ്ങളും ചെയ്ത് ജീവിതം അത് വേസ്റ്റാക്കിയാൽ അത് വേസ്റ്റാക്കിയ പോലെ ഇരിക്കും. ഞാനെന്നല്ല ആരാണെങ്കിലും ഇതുപോലെയുള്ള സ്വയം ഉള്ളിൽ ഈശ്വരനെ അറിയുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളണം. ഇതിനൊന്നും എപ്പോഴും അവസരം കിട്ടത്തില്ല.
പറഞ്ഞു മനസ്സിലാവും. ഈശ്വരനായിട്ട് ചില അവസരങ്ങൾ തരുന്നതാണ്. ഞാനിനി ഒരിക്കലും ഒരു ജന്മം ഈ ഭൂമിയിൽ എടുക്കുകയില്ല. ഞാനിനി ഭൂമിയിലോട്ട് ഒരു 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 തരത്തിലുള്ള ജന്മങ്ങൾ ഞാൻ ആ ഭഗവാനിൽ തന്നെ ലയിച്ച് ആ ഒരു 18 സിദ്ധന്മാർ ചെയ്ത ആ ഒരു വിദ്യ ചെയ്ത് ഞാൻ ആ ഭഗവാനിൽ നിന്ന് തന്നെ ആ ഗുരുപരമ്പരയുടെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ ശിവനെക്കുറിച്ചുള്ള ഞാൻ പറഞ്ഞ വിദ്യകൾ എൻ്റെ 1100 മേൽ വീഡിയോ കാണുമ്പോൾ പറയും ഒരാൾക്കും പറയാൻ പറ്റുന്ന കാര്യമല്ല ശിവൻ്റെ ശാസ്ത്രരഹസ്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോൾ ആയതുകൊണ്ട് അത് പറഞ്ഞു തരുന്നത് ആ ഗുരുപരമ്പരയായിട്ട് ബന്ധപ്പെട്ട്, അല്ലാത്തവർക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോണം. ആദ്യം ഇതും കണ്ട് ജീവിതം കളഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ആ ജീവിതത്തിൻ്റെ പല പല അലച്ചിലുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഈശ്വരനെ അറിയാൻ കാലങ്ങളും വർഷങ്ങളും ജന്മങ്ങളും വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യുക, അത് നിങ്ങളുടെ ഭാഗം. ഞാൻ എൻ്റെ അറിവ് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് വേണ്ടവരിതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. ഇനിയും ഹരി ഓം എന്നും കൂടി ജപിക്കണം കേട്ടോ. ഭഗവാനെ അനന്തശായിയായിട്ട് കണ്ടിട്ട് മനസ്സിൽ കണ്ട് ഹരി ഓം, അതിന് ഭയങ്കര ശക്തിയുണ്ട് ഈ ഹരി ഓം എന്ന് പറയുന്നത് കേട്ടോ. ഹരി ഓം എന്നും കൂടെ ജപിച്ചോണം. എന്നിട്ട് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പാൽപായസം, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇതൊക്കെ സമർപ്പിക്കാം. അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. അതോടൊപ്പം ഈ ഏകാദശി കഴിഞ്ഞ് വരുന്ന ദ്വാദശി പിറ്റേ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒരു കൈ ചില്ലറ ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് 3 തവണ പറയുക, വാ കൊണ്ട് പറയുക. എന്നിട്ട് ഒരു കൈ ചില്ലറ ഭഗവാന് സമർപ്പിക്കുക. കാണിക്കുക, ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് മുന്നിലുള്ള കാണിക്ക ഇട്ടാൽ മതി. എന്നിട്ട് ശ്രീകോവിലോട്ട് നോക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട, തിരിഞ്ഞ് നടക്കുക, മിണ്ടാവുരിയാട ക്ഷേത്രത്തിന് വെളിയിൽ പോരുക. അവസാനം ക്ഷേത്രപ്പെടുത്തുമ്പോൾ ചെയ്താൽ മതി. ഏകാദശിക്ക് നിങ്ങൾ പോയി വഴിപാട് ചെയ്യണം. എല്ലാ മാസവും ഉണ്ട്. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിയും വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിയും, ഈ 2 ഏകാദശിയും നിങ്ങൾ പോയി വഴിപാട് ചെയ്ത ശേഷം പിറ്റേ ദിവസം വരുന്ന ദ്വാദശിയുടെ അന്ന് വേണം പിടിപ്പടം നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ കേട്ടോ. ഇനിയും ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇടയ്ക്ക് ദർശനം നടത്തണം. അതുപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും നിങ്ങൾ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. കാരണം ഭഗവാൻ എന്നെ മനക്കണ്ണിൽ കാണിച്ചു തന്ന അനന്തശായി അത് പത്മനാഭസ്വാമി തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് ആ ശിവനാമം ജപിക്കുന്ന നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഒരു കാര്യം കാണിച്ചു തന്നെങ്കിൽ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ അപ്പോൾ അത് വളരെ രഹസ്യം തന്നെയാണ്. ഞാൻ അനന്തശായിയായ ശ്രീ പത്മനാഭസ്വാമിയെ തന്നെയാണ് കണ്ടത്. അവിടെയും പോകണം. അവിടെ പ്രത്യേകമായ ഭഗവാന്റെ ഒരു അനുഗ്രഹമുണ്ട്. അതുപോലെ ഗുരുവായൂരും എല്ലാ ക്ഷേത്രങ്ങളും ഭഗവാന്റെ അനുഗ്രഹമുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ അനന്തശായിയായിട്ടുള്ള ആ ഒരു രൂപം ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിശിഷ്യ നമുക്ക് അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് ദർശിക്കാം, ഭഗവാനെ കണ്ട് പറ്റുമ്പോഴൊക്കെ പോയി തൊഴുക. എല്ലാ ക്ഷേത്രങ്ങളിലും പോകാം, അതൊന്നും യാതൊരു കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം ഉണ്ടായാൽ മതി. എല്ലാ ക്ഷേത്രങ്ങളിലും പോകാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ അനന്തശായിയായ രൂപത്തിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. അതിനെ ഞാൻ വിളിക്കുന്ന ദിവ്യ സ്വരൂപം എന്നാണ്. ഭഗവാന്റെ ദിവ്യ സ്വരൂപം എന്നാണ്. കാരണം ഭഗവാന് അത് യോഗ നിദ്രയിൽ തന്നെയാണ്. അതൊരു ഭഗവാന്റെ ആ യോഗാവസ്ഥ തന്നെയാണ്. ഭഗവാൻ ശയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ യോഗാവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ ഭഗവാൻ ആ ഒരു ലയത്തിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഒരു ഭക്തൻ അത് ചിന്തിച്ചാലും അത് തൊഴുതാലും ഒക്കെ വിശിഷ്ട ഫലമാണ്. ആ ഭക്തൻ്റെ എല്ലാ ദുരിതങ്ങളും മാറും. ആ ഭക്തന് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്. നേരത്തെ പണ്ടൊരാൾ ചോദിച്ചു, സാർ എപ്പോഴും ഗുരുവായൂരെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷേ ഞങ്ങളുടെ പത്മനാഭസ്വാമിയെക്കുറിച്ച് അങ്ങനെ അവർ സ്നേഹം കൊണ്ട് വിളിക്കുന്ന പത്മനാഭസ്വാമിയെക്കുറിച്ച് ഒന്നും പറയാറുള്ളൂ. പത്മനാഭസ്വാമിയെന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഈ തിരുവനന്തപുരംകാർ പലപ്പോഴും ആ സ്നേഹം കൊണ്ട് അങ്ങനെ വിളിക്കും. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരംകാരോട് ആരെങ്കിലും ചോദിച്ചാൽ പറയും പണം പത്മനാഭൻ്റെ കയ്യിലാണെന്ന് പറയും. അത് ഭഗവാനുള്ള സ്നേഹം കൊണ്ട് അവർ പറയുന്നത്. അവിടെ ഇപ്പോഴാണ് അതിന് സമയമുണ്ടായത്. ഇപ്പോഴാണ് ഭഗവാൻ എനിക്കത് എൻ്റെ അകക്കണ്ണിൽ ധ്യാനാവസ്ഥയിൽ ദർശനം നൽകിയത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. കാരണം ഈ ചിലർ ചോദിക്കും, സാറേ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാവോ, ഇങ്ങനൊരു വീഡിയോ ചെയ്യാവോ? എനിക്ക് ശിവഭഗവാൻ എൻ്റെ മനക്കണ്ണിൽ കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മുഴുവൻ. അല്ലാതെ ഒരു വീഡിയോ ഞാൻ ചെയ്യത്തില്ല. എനിക്ക് ആ ഒരു ഭഗവാന്റെ ഒരു ഇത് കിട്ടാതെ അങ്ങനെ കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ല ഒന്നും ഞാൻ ചെയ്തില്ല.
എനിക്ക് 18 സിദ്ധന്മാരുടെയും മന്ത്രങ്ങളും അവരുടെ പല രഹസ്യവിദ്യകളും എനിക്കറിയാം. പക്ഷെ ഞാൻ 18 പേരെ കുറിച്ച് ഇട്ടിട്ടില്ലല്ലോ. ഞാൻ തിരുമൂലരെ കുറിച്ച് ഇട്ടിട്ടുണ്ട്, കോരക്കരെ കുറിച്ച് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇടയ്ക്കാട് സിദ്ധൻ്റെ ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് പേരുടെ ഞാൻ ഇട്ടിട്ടുള്ളൂ. അഗസ്ത്യർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഭഗവാൻ ആരെ, ഞാൻ ധ്യാനാവസ്ഥയിൽ ആരെ എൻ്റെ ഉൾക്കണ്ണിൽ ഭഗവാൻ ആരെ കാണിച്ചു തരുന്നു അത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ പല അവധൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വട്ടിസ്വാമിയുണ്ട്. അതൊക്കെ എനിക്ക് ഭഗവാൻ നൽകിയ ചില നിർദ്ദേശങ്ങൾ, ആ ഉൾക്കണ്ണിൽ കണ്ട ചില കാര്യങ്ങളാണ്. ശ്രുതിബാബയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വട്ടിസ്വാമിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ശ്രീ ശിവപ്രഭാര ശുദ്ധയോഗിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അങ്ങനെ കുറേ അവധൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭഗവാൻ നൽകിയ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഭഗവാൻ ഉൾക്കണ്ണി കാണിച്ചത്. അല്ലാതെ ഒരു വീഡിയോ ഞാനങ്ങനെ വീഡിയോ ചെയ്യാറില്ല. അതെൻ്റെ മനസ്സിൽ കിട്ടുന്ന കാര്യം ധ്യാനാവസ്ഥയിൽ ആ ഒരു കാര്യങ്ങളെ പറഞ്ഞു തരുന്നത്. നിങ്ങളപ്പോൾ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്, മനസ്സിലാക്കാനും മനസ്സിലാക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളതിനെ ബഹുമാനിക്കുന്നു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. ഇനിയും ഒരു കാര്യം പറയുന്നതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പലരെയും കണ്ടിരിക്കുന്നത്, ഇപ്പം എൻ്റെ മുന്നിൽ എത്രയോ ആളുകൾ, ഇപ്പോഴല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പം നേരിട്ട് കൺസൾട്ടിങ്ങില്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ, സാറേ ഞാനെല്ലാം പരാജയപ്പെട്ട വ്യക്തിയാണ്. ഇത് ഞാൻ എപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ കുടുംബത്തിൽ പരാജയപ്പെട്ടു, തൊഴിലിൽ പരാജയപ്പെട്ടു, എല്ലാത്തിലും പരാജയപ്പെട്ടു പലരും പറയാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെയുള്ളവരോട് പറയുന്ന ഒരു കാര്യം, എല്ലാവരോടും കൂടിയാണ്, അങ്ങനെ ചിന്താഗതി ഉള്ളവർ ഒരിക്കലും അങ്ങനെ പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പരാജയപ്പെട്ടെന്ന് പറയരുത്, ഞാൻ പരാജയപ്പെട്ടെന്ന് ചിന്തിക്കരുത്. എൻ്റെ ഒരു ശ്രമം പരാജയപ്പെട്ടെന്ന് മാത്രമേ പറയാവുള്ളൂ. എൻ്റെ ഒരു ശ്രമം പരാജയപ്പെട്ടു, അതിൻ്റെ അർത്ഥം ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. അടുത്ത ശ്രമത്തിൽ ചിലപ്പോൾ ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ശ്രമത്തിൽ ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ശ്രമത്തിൽ ഞാൻ വിജയിക്കും. ഞാൻ പരാജയപ്പെടുന്നില്ല ഒരിക്കലും. എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ചില ശ്രമങ്ങളിൽ ഞാൻ വിജയിക്കാമെന്നതിൻ്റെ അർത്ഥം. അങ്ങനെ തിരുത്തി പറയണം, തിരുത്തി ചിന്തിക്കണം കേട്ടോ. ഞാൻ പരാജയപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. എൻ്റെ ഒരു ശ്രമം പരാജയപ്പെട്ടു എന്ന്, അപ്പം ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിൽ അനന്തമായ ശക്തിയാണ്, ആ ഈശ്വരനാണ്. അപ്പം നിങ്ങൾ പരാജയപ്പെടുന്നില്ല, നിങ്ങളുടെ ശ്രമങ്ങളാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ശ്രമിച്ചു കഴിയുമ്പം ആ വിജയങ്ങളുണ്ടാവും. ജീവിതത്തിൽ നേടിയവരെല്ലാം അങ്ങനെ. ഇപ്പം ഒരു കൊച്ചു കുട്ടികളെ നമുക്ക് പലപ്പോഴും പല കാര്യത്തിലും ഗുരുവായിട്ട് കാണാം. കാരണം അവരിൽ എപ്പോഴും നിഷ്കളങ്കതാഭാവമാണ്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ ആദ്യം ഒന്ന് നടന്ന് വീണെന്ന് കരുതി ഒരിക്കലും ആ കുട്ടി എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കാതിരിക്കത്തില്ല. അത് പലതവണ ശ്രമിച്ചു കഴിയുമ്പോഴാണ് നടക്കാൻ പഠിക്കുന്നത്. പക്ഷെ നമുക്ക് തിരിച്ചറിവില്ല. നമ്മൾ പലപ്പോഴും വീണ് പോയാൽ എനിക്ക് പറ്റത്തില്ല, ഞാൻ പരാജയപ്പെട്ടെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അവിടെ കിടക്കുന്നത്. എന്നാൽ കുട്ടി ചിന്തിക്കുന്ന അങ്ങനെയല്ല. കുട്ടി വീണ്ടും പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ശ്രമം പരാജയപ്പെട്ടു, അപ്പോൾ കുട്ടി വീണ്ടും നടക്കാൻ ശ്രമിക്കും. അതൊരു കുട്ടിയിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണ്. അപ്പോൾ നമ്മൾ പ്രായമുണ്ടെന്ന് കരുതിയാലും നമ്മുടെ പല ചിന്താഗതികളും തന്നെയാണ് നമ്മുടെ എല്ലാ പരാജയത്തിനും കാരണം. അപ്പോൾ നമ്മൾ വീണ്ടും ശ്രമിക്കുക. ഒരിക്കലും ഞാൻ പരാജയമാണ് സാറേ എന്ന് ഒരിക്കലും പറയരുത്. എൻ്റെ ചില ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമേ പറയാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, നിങ്ങൾ ഇനിയും ശ്രമിച്ചാൽ നിങ്ങൾക്ക് പല വിജയങ്ങളും ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈശ്വരൻ എന്ന് വെച്ചാൽ നന്മയാണ്. അത് എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. അതിനെ തിരിച്ചറിയാൻ നിങ്ങളുടെ ഉള്ളിൽ കണ്ണടച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, മറ്റു ചിന്തകളില്ലാതെ. ആ ബോധത്തെ നിങ്ങൾക്ക് മനസ്സിലാവും ഈശ്വരൻ എന്താണ്. പിന്നെ ഈശ്വരൻ നിങ്ങൾക്കൊരു ചോദ്യമായിരിക്കത്തില്ല, ഒരു ഉത്തരമായിരിക്കും. അതാണ് ഋഷീശ്വരന്മാരും ഒക്കെ ചെയ്യുന്നത്. അവർ ആ കണ്ണടച്ച് ഉള്ളിലുള്ള ആ ബോധത്തിൽ ലയിച്ചിരിക്കുക. അവർക്ക് ചോദ്യങ്ങളില്ല, എല്ലാം ഉത്തരങ്ങളേ ഉള്ളൂ അവരുടെ കയ്യിൽ. നമ്മൾ കണ്ണ് തുറന്ന് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും പുറകെ നടക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഉത്തരങ്ങളില്ല. എന്നാൽ ഉള്ളിലുള്ള ആ ശൂന്യതയെ കണ്ണടച്ച് ധ്യാനിക്കുന്ന ഋഷീശ്വരന്മാർക്ക് ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ, ചോദ്യങ്ങളില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ശരിക്കും വിദ്യയുള്ള ആരാ? നമുക്കാണോ? നമ്മൾ പഠിച്ച വിദ്യയാണോ? ഈ ഋഷീശ്വരന്മാർ പഠിച്ച വിദ്യയാണോ ശരിക്കും ജീവിതത്തെ മാറ്റിമറിക്കുന്നത്?
നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ അറിവുണ്ട് എന്ന് കരുതുന്ന പലരും അത് ശരിയായിട്ടുള്ള അറിവാണ് നമുക്കുള്ളത്. ശരിയായിട്ട് അറിവുണ്ടെങ്കിൽ ഇപ്പം പത്രത്തിൽ എപ്പോഴും കാണാം ഒരു എന്നാങ്കിലും ഭാര്യ ഒരു സംശയം അല്ലെ ഭർത്താവിന് ഒരു സംശയം, ഉടനെ അവരെ അങ്ങ് വകവരുത്തിയേക്കുക. അതെന്തുകൊണ്ടാണെന്നറിയോ? തെറ്റ് ശരി അറിയാത്തതുകൊണ്ടാണ്. അതായത് ഒരു ഭാര്യ ഒരു സംശയം ഉണ്ടെങ്കിൽ ഭർത്താവ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഈ തെറ്റ് ശരി അറിയാത്തതുകൊണ്ടാണ്. തെറ്റ് ശരി അറിയണമെങ്കിൽ ശരിയായിട്ടുള്ള അറിവുണ്ടാകണം, ഈശ്വരനെ അറിയണം. അങ്ങനെയുള്ളവർ ഒരു നടക്കുമ്പോൾ ഒരു റോഡിൽ ഒരു പട്ടി ഒരു വണ്ടി ഇടിച്ച് കടന്നാലും അതിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കും. അല്ലാത്തവനാണെങ്കിൽ അതിനെ വീണ്ടും ഇടിപ്പിച്ച് അതിനെ അപായപ്പെടുത്താൻ ശ്രമിക്കും. അത് ഈശ്വരനെ അറിയാത്തതുകൊണ്ടാണ്. എൻ്റെ ജീവനുള്ള പോലെ വിലയാണ് മറ്റൊരു സഹജീവിക്കും അതേ വിലയാണെന്ന് മനസ്സിലാക്കുന്നവർ ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല, മറ്റൊരാളെ വകവരുത്താനോ അപായപ്പെടുത്താനോ ശ്രമിക്കത്തില്ല. അതിന് ആത്മീയത ഉണ്ടായി വരണം. ഏതാത്മീയതയാണ്? ശരിയായ ആത്മീയത. നിങ്ങളുടെ ഉള്ളിൽ ആ ഈശ്വരനെ അനുഭവിക്കണം. തെറ്റായ ആത്മീയത ഉണ്ടായി വന്നാൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ശരിയായ ആത്മീയത കൊണ്ട് ഒരിക്കലും നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായി? ഈശ്വരൻ നന്മ തന്നെയാണ്. ആത്മീയതയുടെ പേരിൽ പലരും പല തെറ്റ് ചെയ്യുന്നത് അത് തെറ്റായ ആത്മീയതയാണ്. ശരിയായ ആത്മീയത എപ്പോഴും നന്മ മാത്രമേ തരത്തുള്ളൂ. ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരാളുടെ ഒരു പേന എടുക്കണമെന്നുണ്ടെങ്കിൽ അനുവാദം ചോദിക്കും, ഞാൻ ഈ പേന എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് എടുക്കത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഉള്ളിൽ ശരിയായ ആത്മീയത ഉള്ളതുകൊണ്ടാണ്. അല്ലെ പ്രായം ഒരാൾ വണ്ടിയിൽ കയറുമ്പോൾ നിങ്ങളിരിക്കുന്നു, പ്രായമുള്ള ഒരാൾ ഒരു അമ്മയും കുഞ്ഞും കൂടെ നിങ്ങൾ എഴുന്നേറ്റ് കൊടുക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മനഃശുദ്ധി ഉള്ളതുകൊണ്ടാണ്. അതുതന്നെയാണ് ശരിയായ ആത്മീയത. അതിലൊരാൾക്ക് ഭക്ഷണത്തിന് നിങ്ങൾ സഹായിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലെ ആ മനഃശുദ്ധി, ആ ശുദ്ധമായ ബോധം തന്നെയാണ് ശരിയായ ആത്മീയത. നിങ്ങൾക്ക് ശരിയായ ഒരു ഈശ്വരവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്തവരത് ചെയ്യത്തില്ല. നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കാം, എത്ര പേർ അങ്ങനെ ചെയ്യുന്നു നോക്കാം. ചെയ്യാത്ത ആളുകളുമുണ്ട്. മനുഷ്യനെ എവിടെ കണ്ടാലും ഉപദ്രവിക്കുന്നവരുണ്ട്. അത് ഈ തെറ്റ് ശരി അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശ്വരനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ പിന്നെ ഒരു കുട്ടിയാണേലും ഒരു മക്കളാണേലും അവരച്ഛനും അമ്മയും പ്രായമാകുമ്പോൾ നോക്കും. അല്ലാത്തവരെന്ത് ചെയ്യും? അച്ഛനും അമ്മയും പ്രായമാകുമ്പം വീട്ടിലാക്കിയിട്ട് അവർ വിദേശത്ത് ജോലി ചെയ്യാൻ പോയിട്ട് ഇവർ മരിച്ചു കഴിയുമ്പോൾ ശവടക്കിന് വന്ന് വലിയ ആർഭാടമായിട്ട് നടത്തും. കാരണം അവൻ പഠിച്ചു വച്ചിരിക്കുന്നതാണ്, എനിക്ക് പണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഈശ്വരന്മാർ തന്നെയാണ്. അച്ഛൻ, അമ്മ, ഗുരു ഈശ്വരനാണ്. ഇതറിഞ്ഞാൽ ഇവനൊന്നുകിൽ അവരെ വിദേശത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവനെ ഇടയ്ക്ക് ഇവരെ വന്ന് സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. കാരണം അവന് അറിവില്ല. അവനെ പഠിപ്പിച്ചിരിക്കുന്നത് പണം ഉണ്ടാക്കണം, നീ നല്ലതായിട്ട് ജീവിക്കണമെന്നാണ്. ആ അച്ഛനും അമ്മയെ നോക്കണമെന്നുള്ള കാര്യം, കാരണം അതിന് ശരിയായിട്ടുള്ള ഈശ്വരീയമായ അറിവ് അവൻ്റെ ഉള്ളിലില്ല. അതുപോലെ തന്നെ കുഴപ്പം. അപ്പോൾ അവരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഈശ്വരീയമായ നല്ല അറിവുകൾ കൊടുക്കണം. അങ്ങനെയുള്ള കുട്ടികൾ അച്ഛനെ അമ്മയൊക്കെ നോക്കും, സമൂഹത്തിന് ഉപകാരികളായിരിക്കും, ദോഷമായ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ശരിയായ അറിവ്, ശരിയായ ആത്മീയത ഇല്ലാത്തവരാണ് എല്ലായിടത്തും പ്രശ്നക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ചില കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, ഇതൊക്കെ സ്വീകരിക്കാം, അല്ല തള്ളിക്കളയാം. എൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.